പ്രശസ്ത സംഗീതജ്ഞൻ കെ.ജി. ജയൻ അന്തരിച്ചു. തൃപ്പൂണിത്തറയിലെ വീട്ടിലായിരുന്നു അന്ത്യം. 90 വയസ്സായിരുന്നു. നിരവധി ഭക്തിഗാനങ്ങൾക്കും ചലച്ചിത്രഗാനങ്ങൾക്കും അദ്ദേഹം ഈണം നൽകി. ശ്രീകോവിൽ നട തുറന്നു, നക്ഷത്രദീപങ്ങൾ തിളങ്ങി തുടങ്ങിയവ ശ്രദ്ധേയമായ ഗാനങ്ങളാണ്. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരും. ആജ്ഞ, അദ്ദേഹത്തിന്റെ ചലച്ചിത്ര രംഗത്തെ സംഭാവനകളെ എങ്ങനെ കാണാം? എപ്പോഴാണ് സംസ്കാരം അടക്കമുള്ള കാര്യങ്ങൾ? പാർവതി, ഇന്ന് പുലർച്ചെയാണ് സംഗീത സംവിധായകൻ കെ.ജി. ജയൻ അന്തരിച്ചത്. നമുക്കറിയാം, ജയവിജയ എന്ന പേരോടുകൂടി ഇരട്ട സഹോദരന്മാർ ഈ പേര് നൽകിയത് ജോസ് പ്രകാശാണ്. ഈ ഒരു ടാഗ് ലൈനോട് കൂടിയാണ് ഈ സംഗീത സംവിധായകർ അറിയപ്പെട്ടിരുന്നത്. നിരവധി ഗാനങ്ങളാണ്, ഭക്തിഗാനത്തിലായിരുന്നു ശരിക്കും ഇവർ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തത്. എന്നാൽ കർണാടക സംഗീതത്തിൽ നിന്നുകൊണ്ട് കർണാടക സംഗീതത്തിന് കൂടുതൽ പ്രചാരം നൽകുന്ന തരത്തിലുള്ള സംഭാവനകളായിരുന്നു ഇരുവരുടേതും. 1988 സഹോദരൻ വിജയൻ അന്തരിച്ചതോടെ കുറച്ചുകാലം അദ്ദേഹം സംഗീത സംവിധാനത്തിൽ നിന്നും ഒട്ടൊന്ന് പിന്മാറിയെങ്കിലും എന്നാൽ അനിയന് ഞാനിവിടെ ഉണ്ട്, അനിയൻ്റെ സാമീപ്യം അറിയിക്കണം, ഇങ്ങനത്തെയുള്ള സാഹചര്യങ്ങളിൽ കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹം വീണ്ടും സംഗീത സംവിധാനത്തിൽ സജീവമായി ആവുകയായിരുന്നു. 20ഓളം സിനിമകൾക്കാണ് അദ്ദേഹം സംഗീത സംവിധാനം നൽകിയത്, ഈണം പകർന്നത്. 20ഓളം സിനിമകളിലെ ഗാനങ്ങൾക്കാണ്. നിരവധി ഭക്തിഗാനങ്ങൾ, സിനിമ ഗാനങ്ങളാകട്ടെ നമ്മളൊക്കെ ഏറെ പാടി കേട്ടിട്ടുള്ള അല്ലെങ്കിൽ കേട്ട് ശീലിച്ചിട്ടുള്ള ഹൃദയം ദേവാലയം, നക്ഷത്രദീപങ്ങൾ തുടങ്ങി ഈ സിനിമ ഗാനങ്ങളൊക്കെ അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ചതാണ്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഭക്തിഗാന മേഖലയ്ക്ക് അദ്ദേഹത്തിൻ്റെ സംഭാവന തന്നെ വളരെ വലുതാണ്. പി ലീല, പ്രശസ്തിയായ ഗായിക പി ലീല പാടിയ ആദ്യത്തെ ഭക്തിഗാനം, അതായത് ഒരു സ്ത്രീ പാടിയ ആദ്യത്തെ ഭക്തിഗാനം, ഇഷ്ടദൈവമേ എന്ന് തുടങ്ങുന്ന ആദ്യത്തെ ഭക്തിഗാനം സംഗീത സംവിധാനം ചെയ്തത് ജയവിജയന്മാരായിരുന്നു. അതുപോലെ വിഷ്ണുമായയിൽ പിറന്ന വിശ്വരക്ഷക, നക്ഷത്രദീപങ്ങൾ തിളങ്ങി, രാധതൻ പ്രേമത്തോടാണോ, ചന്ദനചർച്ചിത നീലകളേബരം തുടങ്ങി നമ്മൾ ഒക്കെ ഏറെ കേട്ടു പഴകിയിട്ടുള്ള അല്ലെങ്കിൽ നമുക്കൊക്കെ ചിരപരിചിതമായ ഭക്തിഗാനങ്ങളിലേറെയും സംഭാവന നൽകിയത് ജയൻ്റെ സംഗീത മികവിലൂടെയാണ് എന്നുള്ളതാണ്. 2019 അദ്ദേഹത്തെ രാജ്യം പത്മശ്രീ നൽകി ആദരിക്കുകയുണ്ടായി. തുടർന്ന് ഇങ്ങോട്ടുള്ള ഒരു കാലഘട്ടം, ഈ 63ാം വർഷമാണ് അദ്ദേഹം സംഗീത സബരിയിൽ, സംഗീത സംവിധാനത്തിൽ 63 വർഷമാണ് അദ്ദേഹം തൻ്റെ ജീവിതം മാറ്റിവെച്ചത് എന്ന് വേണം പറയാൻ. ഇക്കഴിഞ്ഞ ഡിസംബറിലാണ് അദ്ദേഹത്തിൻ്റെ നവതി ആഘോഷങ്ങൾ നടന്നത്. ഇതുമായി അതേ തുടർന്ന് അദ്ദേഹം അത്യാവശ്യം വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ പോലും ഏറെക്കുറെ പരിക്ഷീണനായിരുന്നു എന്നാണ് അറിയുന്നത്. എന്തായാലും ഇന്ന് രാവിലെയാണ്, ഇന്ന് പുലർച്ചെയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. തൃപ്പൂണിത്തുറയിലെ സ്വകാര്യ ആശുപത്രിയിൽ ആയിരുന്നു അന്ത്യം. അദ്ദേഹത്തെ തുടർന്ന് വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവന്നെങ്കിലും ഇപ്പോൾ ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റിയിരിക്കുകയാണ്. നാളെ ആണ് പൊതുദർശനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട മറ്റു ചടങ്ങുകളും സംസ്കാരവും നടക്കുക എന്നാണ് അറിയുന്നത്. പാർവതി, സംഗീതജ്ഞൻ കെ.ജി. ജയൻ അന്തരിച്ചു. തൃപ്പൂണിത്തുറയിലെ വീട്ടിൽ 90 ആയിരുന്നു അന്ത്യം. 90 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. വിവരങ്ങൾ നൽകിയത് ആജ്ഞ രവീന്ദ്രൻ.